എല്ലാവർക്കും നമസ്കാരം. ദേവറയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കണ്ണിന്റെ കാഴ്ചയെ എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നാണ് ശ്രദ്ധിക്കുന്നത്. ആ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. വളരെ സിമ്പിളാണ് കേട്ടോ. നമ്മളെപ്പോഴും നമ്മുടെ മുഖ സൗന്ദര്യം ശ്രദ്ധിക്കും, അല്ലെങ്കിൽ കൈകളുടെ, കാലുകളുടെ, ശരീരവരിവുകളെ, അല്ലെ, ശരീരത്തിന്റെ ഘടനയെ ഒക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കും. അതിനുവേണ്ടി പല കാര്യങ്ങളും നമ്മൾ ചെയ്യും. പക്ഷേ കണ്ണിന് അതിനെന്താ ചെയ്യാൻ പറ്റുക? ഒരു പരിധിവരെ കണ്ണിന്റെ കാഴ്ച കുറയുമ്പോൾ മാത്രമാണ് നമ്മൾ കണ്ണിന്റെ ഡോക്ടറെ കാണാനും അതിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും സമയം കണ്ടെത്തുക. പക്ഷെ അതിനു മുൻപ് നമുക്ക് വളരെ സിമ്പിളായി വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്ക് കുഞ്ഞു കുഞ്ഞു വ്യായാമങ്ങൾ കണ്ണിന് ചെയ്താൽ കണ്ണിന്റെ കാഴ്ചശക്തിയെ വർദ്ധിപ്പിക്കാനും കണ്ണിന്റെ ഡ്രൈനെസ് മാറാനും അതുപോലെ കണ്ണിന്റെ ഒരു തിളക്കം കൂട്ടാനും നല്ല ഉറക്കം ലഭിക്കാനും കണ്ണിന്റെ വ്യായാമങ്ങൾ വളരെ നല്ലതാണ്. ഏത് പ്രായത്തിലുള്ളവർക്കും അത് ചെയ്യാം, ഏത് സമയത്തും ചെയ്യാം. രാവിലെ എണീറ്റ ഉടനെ നമുക്ക് ചെയ്യാം, കണ്ണാടിയിൽ നോക്കിയിട്ട് ചെയ്യാം. ഇങ്ങനെയാണ് നിങ്ങൾക്ക് സൗകര്യം. അതായത് മറ്റ് യോഗകളെ പോലെ, മറ്റ് വ്യായാമ മുറകളെ പോലെ നിങ്ങൾക്ക് കൃത്യമായ ഒരു സമയവും സ്ഥലവും കണ്ടെത്തേണ്ട ആവശ്യമില്ല കണ്ണിന്റെ വ്യായാമങ്ങൾക്ക്. പൊതുവെ എല്ലാ കുട്ടികൾക്ക് മുതൽ ഇപ്പോൾ കണ്ണിന്റെ കാഴ്ചശക്തി കുറവാണ്, അല്ലെ. ഷോർട്ട് സൈറ്റ് ഒക്കെ ആയിട്ട് പലർക്കും കൊച്ചു കുട്ടികൾ മുതൽ കണ്ണാട നമ്മൾ സ്പെക്സ് ഉപയോഗിച്ച് തുടങ്ങുകയാണ്. അപ്പോൾ അതിനൊത്തിരി മാറ്റം വരുത്താൻ നമുക്ക് ഇത്തരം ചെറിയ വ്യായാമങ്ങളെ കൊണ്ട് സാധിക്കും. നിങ്ങളിത് കാണുക, എന്നോടൊപ്പം ചെയ്തു നോക്കുക. ഇതൊരു ജീവിതത്തിന്റെ ഭാഗമായി മാറ്റും. ആദ്യം കണ്ണുകള് നമ്മളൊന്ന് പതുക്കെ ഒരു 10 15 തവണ വെറുതെ ബ്ലിങ്ക് ചെയ്യുക. സിമ്പിൾ അല്ലേ? ഒരു 15 തവണ ആണ് കേട്ടോ. ഒരു 3 വട്ടം അങ്ങനെ ചെയ്യാം, അടുപ്പിച്ച് തന്നെ. ഇങ്ങനെ 3 തവണ ചെയ്യാം. അതിനുശേഷം കണ്ണുകള് നേരെ മുകളിലേക്കും താഴോട്ടും ചലിപ്പിക്കുക. കണ്ണിന്റെ ഐബോൾസ് മാത്രം കേട്ടോ. നമ്മുടെ നെക്ക് ചലിക്കേണ്ട ആവശ്യമില്ല. സ്ട്രെയിറ്റ് ആയിട്ട് നോക്കി കണ്ണൊന്ന് തുറന്നു പിടിച്ച് നേരെ മുകളിലേക്കും താഴോട്ടും. അപ്പ് ഡൗൺ, അപ്പ് ഡൗൺ, അപ്പ് ഡൗൺ. അതിനുശേഷം ഇരുവശങ്ങളിലേക്കും നമ്മൾ പതുക്കെ ഐബോൾസ് മാത്രം ചലിപ്പിക്കാം. റൈറ്റ്, ലെഫ്റ്റ്, റൈറ്റ്, ലെഫ്റ്റ്, റൈറ്റ്, ലെഫ്റ്റ്. ഇത് ഞാൻ നമ്മുടെ സമയപരിധി പോലെ, അതായത് ഒരു കുഞ്ഞു വീഡിയോ ആണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഒരു 3 തവണ മാത്രമേ ഞാനിത് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്കിത് 5 തവണയോ 7 തവണയോ ഒക്കെ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് സൗകര്യപ്രദമായ സമയം ഉപയോഗിച്ച് നിങ്ങൾക്കിത് കൂടുതൽ തവണ ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ഐബോൾസ് കൊണ്ട് റൊട്ടേറ്റ് ചെയ്യാണ്. പതുക്കെ വട്ടം കറക്കുക കേട്ടോ. ഒരിക്കലും സ്പീഡിൽ ചെയ്യരുത്. പതുക്കെ കണ്ണിന്റെ ഐബോൾസ് മാത്രം വട്ടം കറക്കുക. വലതുവശത്ത് താഴോട്ട്, നേരെ മുകളിലേക്ക്, കോർണറിലേക്ക്, ഏറ്റവും മുകളിലേക്ക്. ഇനി ഇടതുവശത്ത് കോർണർ, നേരെ താഴെ, താഴോട്ട് വന്ന് വളരെ സാവധാനം നമ്മൾ കണ്ണുകളുടെ ഐബോൾസ് മാത്രം ചലിപ്പിച്ചുകൊണ്ട് വട്ടം നടക്കുക കേട്ടോ. ഒരു 3 തവണ നമ്മൾ ഒരേ വശത്തോട്ട് ചെയ്യാം. അതായത് വലതുവശത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, ഇടതുവശത്ത് കൂടെ പോയി വലതുവശത്ത് ചെന്നെത്തിയാൽ ഇനി പതുക്കെ വീണ്ടും ഓപ്പോസിറ്റ് സൈഡ് ചെയ്യും. അതായത് ഇടതുവശത്ത് കൂടെ തുടങ്ങി നേരെ മുകളിലേക്ക് എടുത്ത് നമ്മൾ നേരത്തെ ചെയ്തതിട്ട് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്യാം കേട്ടോ.
അതായത് ക്ലോക്ക് വൈസ് ചെയ്തു, അത് കഴിഞ്ഞ് ആന്റി ക്ലോക്ക് വൈസ് ചെയ്തു. ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ പതുക്കെ നമ്മൾ കണ്ണൊന്ന് അടച്ചു പിടിക്കുക. ഒട്ടും സ്ട്രെയിൻ ചെയ്യാതെ വളരെ സാവധാനം. ജസ്റ്റ് a few seconds. കണ്ണ് തുറക്കുക. ഇനി കണ്ണിന്റെ കാഴ്ച ശക്തിയെ കുറിച്ച് പറഞ്ഞു അല്ലെ. ഇപ്പൊ കണ്ണിന്റെ ഡ്രൈനെസ് ഒക്കെ മാറി ഒന്നുകൂടെ ഒരു തിളക്കമുള്ളതായിട്ട് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യും. ഇനി നമ്മള് വലത് കൈയിന്റെ തള്ളവിരല് നേരെ പിടിച്ചുകൊണ്ട് ആ തള്ളവിരലിന്റെ നമ്മുടെ നഖത്തിന്റെ മുകളിലേക്ക് മാത്രം, വിരൽ തുമ്പിലേക്ക് മാത്രം ശ്രദ്ധിക്കുക. നേരെ അത് പതുക്കെ വശങ്ങളിലേക്ക് ചലിപ്പിക്കുക. പതുക്കെ അവിടേക്ക് മാത്രമായിരിക്കണം നമ്മുടെ കണ്ണിന്റെ ചലനം. ആ കൈ നീങ്ങുന്നതിനനുസരിച്ച് പോയി അവിടുന്ന് അതേപോലെ തിരിച്ചു കൊണ്ടുവരിക. ആ കൈ താഴെ വെച്ചു, നമ്മൾ ഇടത് കൈ എടുത്തു, ഇതേപോലെ തന്നെ ഇടതുവശത്തേക്കും ആ നഖത്തുമ്പിലേക്ക്, അതായത് വിരൽത്തുമ്പിലേക്ക് മാത്രം പതുക്കെ പതുക്കെ തിരിച്ചു വരണം. ഇതാണ് അടുത്തത്. കണ്ണിന്റെ ദൂരം നമ്മുടെ ഷോർട്ട് സൈറ്റിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. അകലെയും അടുത്തും കാണുക എന്നുള്ള രീതിയിലാണ് നമ്മളത് ചെയ്യുന്നത്. തൊട്ട നേരെ മുന്നിലേക്കും വശങ്ങളിലേക്കും. ഇനി ഇതേപോലെ തന്നെ നമ്മൾ കൈ നിവർത്തി പിടിച്ചു, നേരെ അടുത്തേക്ക് കൊണ്ടുവന്നു. കണ്ണിലേക്ക് തന്നെ നോക്കി, വിരൽത്തുമ്പിലേക്ക് തന്നെ നോക്കി, നേരെ മുന്നോട്ട്. ഇതും നിങ്ങൾ ഒരു 3-5 തവണ ആവർത്തിക്കുക. അത് കൂടാതെ ഇനി ചെയ്യാൻ പറ്റുന്നത് കണ്ണിനൊരു മസാജ് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഇൻഡെക്സ് വിരൽ ഉപയോഗിച്ച് ഈ കണ്ണിന്റെ അവിടെ നിന്ന് നേരെ താഴോട്ടെടുത്ത് പതുക്കെ പതുക്കെ ഒന്ന് കൊണ്ടുപോയി ഇതിലൂടെ ഇവിടെ വന്ന് നിർത്തുക. ഒന്നൊന്ന് പതുക്കെ ഒന്ന് സർക്കിൾ ചെയ്യുക, തിരിച്ച് അതുപോലെ തന്നെ വരാം. ഇവിടുന്ന് അങ്ങോട്ട് ഇവിടുന്ന് തിരിച്ച് അതുപോലെ മുകളിലേക്ക് കേട്ടോ. 2 വശങ്ങളിലൂടെ പുരികത്തിലൂടെ നമ്മൾ കൊണ്ടുവന്നു, ഇവിടെ വെച്ച് നിർത്തി. വീണ്ടും തിരിച്ച് പുരികത്തിലൂടെ വന്നു. വളരെ സിമ്പിളായിട്ട് വളരെ കുറച്ച് സമയം കൊണ്ട് മാത്രം നമുക്ക് ഉപയോഗിക്കേണ്ടതുള്ളൂ. തിരിച്ചു പതുക്കെ സർക്കിൾ ചെയ്തു, ഇവിടെ നിങ്ങോട്ട് തിരിച്ച്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഈ കണ്ണിന്റെ ഈ തൊട്ട് താഴെയിൽ ഇവിടെയല്ല കേട്ടോ അമർത്തുന്നത്. നമ്മുടെ ഇവിടെ കണ്ടോ, ഇവിടെ കൃത്യമായിട്ട് നമുക്ക് ഇവിടുത്തെ ഈ കവിളിന്റെ കണ്ണിന്റെ തടത്തിലെ എല്ല് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അവിടെയാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. ഒന്ന് സർക്കിൾ ചെയ്യുക. ഇത്രയേ ഉള്ളൂ. എത്ര സിമ്പിൾ ആണെന്ന് നോക്കൂ. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. പക്ഷെ കണ്ണിന് കൃത്യമായ കാഴ്ചശക്തി കൂട്ടാനും നല്ല ഗ്ലോ വർദ്ധിക്കാനും അതുപോലെ തന്നെ നല്ല ഉറക്കം ലഭിക്കാനും സ്ട്രെസ് കുറയ്ക്കാനൊക്കെ വളരെ നല്ലതാണ് കണ്ണിന്റെ എക്സസൈസ്. കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കൂടി കിട്ടുമ്പോഴാണ് എനിക്കിനി എന്താണ് അടുത്തത് നിങ്ങൾക്ക് ചെയ്തു തരേണ്ടത് എന്നറിയാൻ സാധിക്കും. അതുകൊണ്ട് എല്ലാവരും ഇത് ചെയ്തു നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അനുഭവം എന്നോട് ഷെയർ ചെയ്യണം. വളരെ കുറച്ച് സമയം കൊണ്ട് കൂടുതൽ ഗുണം കിട്ടുന്ന ഒരു കാര്യമാണ് കണ്ണിന്റെ വ്യായാമം. കാഴ്ചശക്തി കൂട്ടാൻ എല്ലാവരും ചെയ്തു നോക്കും എന്ന വിശ്വാസത്തോടെ നിർത്തുന്നു. എല്ലാവരോടും സ്നേഹം. മറ്റൊരു കാര്യവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.